രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാക്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അതേസമയം രാഹുൽ മാക്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. വിവരങ്ങളുമായി രഞ്ജിൽ രാജാണ് ചേരുന്നത്. രഞ്ജിൽ, ഏകദേശം ഒരു 15-16 ദിവസമായി രാഹുൽ മാക്കൂട്ടത്തിൽ ഒളിവിലാണ്. ഈ സമയത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാക്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വരും. എങ്ങനെയാണ് രഞ്ജിൽ മറ്റു വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമതിയിൽ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ പോവുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ കോടതി ചേരുന്ന സമയത്ത് തന്നെ ഈ ഒരു കേസിൽ വിധി വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ 8-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. ജാമ്യാപേക്ഷയിൽ വാദം നേരത്തെ തീർന്നതാണ്. അടച്ചിട്ട മുറിയിൽ ഇത്തരത്തിൽ വാദം പൂർത്തിയായിരുന്നു. അതിൽ ഇന്ന് വിധി വരാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ജാമ്യാപേക്ഷയിൽ ജാമ്യം കിട്ടുമോ അല്ലെങ്കിൽ അപേക്ഷ തള്ളുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് വിധി അറിയാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങളും അല്ലെങ്കിൽ പരാതികളും ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ആദ്യം ഒരു പരാതി ഉയരുന്നു, അതിൽ കേസെടുക്കുന്നു, അതിൽ കോടതി ജാമ്യം നിഷേധിക്കുന്നു. തുടർന്ന് രണ്ടാമത്തെ ഒരു പരാതി വരുന്നു, അതിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ജാമ്യാപേക്ഷയും എന്തായിരിക്കും ഇതിലും വിധി വരിക എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു പരാതി വന്ന സാഹചര്യത്തിൽ തന്നെ ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകിയത്. തന്നെ ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ആ പരാതിയിലാണ് ഇപ്പോൾ SIT മൊഴി എടുത്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ യുവതിയുടെ മൊഴി അതീവ നിർണായകമായൊരു മൊഴി തന്നെയായിരുന്നു. കാരണം ഈ ഒരു മൊഴിയിൽ യുവതി പറയുന്നുണ്ട് തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. താൻ വേണ്ട എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ വേദന എടുക്കുന്നു എന്ന് പറയുമ്പോഴും തുടരെ തന്നെ ഉപദ്രവിച്ചിരുന്നു. ഇത്തരത്തിൽ ഉപദ്രവം നിർത്താതെ വന്നതോടെയാണ് താൻ പരാതി നൽകാൻ തയ്യാറാകുന്നത്. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേട്ടക്കാരനാണ് എന്നും യുവതി പരാതിയിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആദ്യത്തെ പരാതിയിലും ഇത്തരത്തിൽ ക്രൂരമായ ഉപദ്രവത്തിനും അതുപോലെ തന്നെ ബലാത്സംഗത്തിനും നിർബന്ധിച്ചും ഗർഭഛിദ്രം നടത്തിയെന്ന കുറ്റത്തിനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത്. ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഒളിവിൽ തുടരുകയാണ്. ഏകദേശം 15 ദിവസത്തോളമായി ഒളിവിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പോലീസിന് എംഎൽഎയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. കർണാടക, ബംഗളൂരു, കാസർഗോഡ് തുടങ്ങിയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും എംഎൽഎയെ കുറിച്ച് ഒരു അറിവോ ഇതുവരെ പോലീസിനൊന്നും ലഭിച്ചിട്ടില്ല. എംഎൽഎ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഈ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായുള്ള ഒരു നീക്കത്തിന് എംഎൽഎ തയ്യാറെടുത്തത്. അതിൽ ആദ്യ അപേക്ഷയിൽ തന്നെ ജാമ്യ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. കാരണം അത്രയും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അത്രയും തെളിവുകൾ ഹാജരാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയത്. അതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ജാമ്യം തള്ളിയത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇങ്ങനൊരു കേസ് നിലനിൽക്കെ തന്നെ അറസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അത്തരത്തിൽ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തരുത് എന്ന് ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ വക്കീലും കോടതിയെ സമീപിച്ചിരുന്നു. അതുപ്രകാരം ഹൈക്കോടതി ഇത്തരത്തിൽ 15-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ല എന്നൊരു കാര്യവും മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതി ഉയർന്നതും അതിൽ കേസെടുത്തതും ആ കേസ് കോടതി പരിഗണിച്ചതും. അതിലും ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഡിജിറ്റൽ തെളിവുകളും വാട്സാപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ മറ്റ് രേഖകളും എല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതെല്ലാം തന്നെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് കോടതി ഇത്തരത്തിൽ വിധി പറയുന്നതിന് വേണ്ടി ഈ ഒരു കേസ് മാറ്റിവെച്ചത്. അതേസമയം ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഈ പേര് പുറത്തു പറയാത്ത ഈ ഒരു പരാതി തന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ചായിരുന്നു ഈ ഒരു വാദത്തെ അല്ലെങ്കിൽ ഈ ഒരു പരാതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എതിർത്തത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും ഇത്തരത്തിൽ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ യുവതിയെ അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ യുവതി താനുമായുള്ള ചാറ്റുകളും കോൾ റെക്കോർഡുകളും സൂക്ഷിച്ചത് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തനിക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഈ ഒരു കേസിനെ എതിർത്തത്. എന്തായാലും ആ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ ഒരു കേസിൽ വിധി അറിയാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ തന്നെ 11 മണിയോടുകൂടി തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് രഞ്ജിലാണ്.